ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡിഷായിട്ടാണ്. വേറെ ഒന്നല്ല, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോന്നരിയില്ലേ, അത് വെച്ചുകൊണ്ട് നല്ലൊരു ഐറ്റമാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് റേഷൻ അരി എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. 4 വിസിലടിച്ചാൽ മതിയാവും കുക്കറിൽ. വല്ലാണ്ട് വെന്തുടഞ്ഞ് പോകരുത്, എന്നാൽ വേവും വേണം. അതാണ് അതിൻ്റെ പാകം. പിന്നെ നമ്മൾ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ നാളികേരക്കൊത്ത്, അത് നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ശർക്കര പാനിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1.5 കപ്പ് വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് വന്നോട്ടെ. അങ്ങനെ എല്ലാ ശർക്കരയും അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിൽ വല്ല കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. അപ്പോൾ ഇത് നന്നായി തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കിയ പാത്രം ഉണ്ടല്ലോ, അതൊന്ന് കഴുകിയെടുക്കാം. അതിൽ മണ്ണുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മളെപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം ചോറായതിൻ്റെ കാരണത്തിൽ കൊണ്ട് തന്നെ പെട്ടെന്നത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ശർക്കരപ്പാനി നമുക്കൊന്ന് വറ്റി കിട്ടണം കേട്ടോ നന്നായിട്ട്. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയണത്. അപ്പോൾ നന്നായി വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ആ ശർക്കരപ്പാനി പകുതി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിനി ഈ സമയത്ത് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. അതായത് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പിഞ്ച് ഉപ്പാണ് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതിൻ്റെ പേരിലാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ ഏലക്ക മാത്രമാണ് പൊടിച്ച് വെച്ചുള്ളതെന്ന് വെച്ചാൽ ഒരു 1/4 സ്പൂൺ മാത്രം മതിയാവും. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റാനായിട്ട്. ഇപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് നെയ്യും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാം. നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളത് സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. നമ്മളിവിടെ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ അല്പം മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. മുതിർന്നവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായി കാണുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.